ഭരത്തിനെക്കാട്ടിലും കള്ളനാണ് തക്കാളി നീ. ഇതങ്ങ് നേരത്തെ ചന്ദ്രൻ ഇത് കുറെ കണ്ടതാ. അവനെ കൊന്നപ്പോ ഞാൻ മാസടിക്കാൻ വാ തുറക്കാൻ വന്നത് എന്റെ വായോട് അടിച്ചങ്ങ് ചുവരിൽ വെച്ച്. കുറച്ച് ചവത്തേക്ക് ഒരു ലിഫ്റ്റ് തെള്ളി തുറന്ന് കുറച്ച് ആൾക്കാർ ഓടി വന്ന് എന്നെയും കൊന്ന് അവിടെ നിന്ന് പീടീനെ കൊന്ന് എന്റെ കൊടയും കുറച്ച് പോയി എന്റെ അടക്കം. നിന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുവോ ചന്ദ്ര? ഞാൻ ലൗഡ് സ്പീക്കറിലാണ് സാറേ. തക്കാളി തിരിച്ചു പറയല്ലേ ഓഫീസറോട് ഉണ്ട്. തിരിച്ചു പറയല്ലേ തിരിച്ചു പറയല്ലേ തക്കാളി. സുഖാണോ തക്കാളി ബിജു? പറ സുഖാണോ? റെസ്പോണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര. തിരിച്ചു പോടാ. തിരിച്ചു പോലെ എനിക്ക് സംസാരിക്കണം. മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരിട്ട് വരാം. ഞാനും ഒരു ഒറ്റ ഓഫീസറെ വരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് വരാം. നമുക്ക് സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും വരും. 40 പോലീസിനെ താഴെ നിർത്തിയേക്കും. ഞാൻ നിങ്ങളെ ഇവിടെ കൂടി ഓഫീസറിനെ ഞാൻ തന്നു വിടണം. അതിനുശേഷം എന്നെ എന്റെ പൊന്ന് ചന്ദ്ര 40 പീഡി ഞാൻ കണ്ട കാലമൊക്കെ മറന്നു. മനസ്സിലായോ? ഞാനും സിറ്റിയിൽ 20 പീഡിനെ കണ്ടാലും മറന്നു. ഇവിടെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് 20 പീഡി സിറ്റിയിലുണ്ട്. സ്റ്റേഷനിൽ 20 പീഡിയോളം 20ഓളം പീഡി വരുമെന്നാണല്ലോ അറിഞ്ഞത്. അത് എനിക്കറിയത്തില്ല. ഇപ്പം എന്താ പറയാ, ഇപ്പൊ അവര് അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞേക്ക് ഇപ്പം ഞാനും ഒരൊറ്റ ഓഫീസർ മാത്രമേ ഇപ്പൊ വരുന്നുള്ളൂ. ഞാന് ഇപ്പം നിങ്ങൾക്ക് ലൊക്കേഷൻ അറിയായിരിക്കുമല്ലോ. ലൊക്കേഷൻ അറിയായിരിക്കും എന്ന് ചോദിച്ചാൽ അറിയാം. ഞാൻ പറഞ്ഞ ഞാനും ഒരൊറ്റ ഓഫീസർ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ എന്തിനാ വരുന്നത്? എന്തിനാന്ന് പറയുമ്പോഴത്തേനും എന്റെ പീഡിയില് സാറിന്റെ ഓഫീസേഴ്സ് എന്താ കാണിക്കുന്നേ? ഹലോ എടാ മുകളിൽ സാറേ കോൾ കിട്ടിയത് ഒറ്റ കോൾ കിട്ടിയത്. ഇല്ല അവര് കോള് പറഞ്ഞ് തീർക്കട്ടെ. ഗുഡ് ഈവനിങ് സാർ. സാറേ ഷൗട്ട് ഇടാവോ? കേൾക്കുന്നില്ല. വെരി ഗുഡ് ഈവനിങ്. സാറേ ഭരത് സാർ ഒരു മീറ്റിംഗിലാണ്. പുള്ളി ഇത്തിരി ഒരല്പം ബിസിയാണ്. സാർ പറഞ്ഞോളൂ. ഞാനല്ലല്ലോ പറയേണ്ടത്. എന്താണ് ഇതൊക്കെ? എന്ത് പറ്റി? എന്താ പ്രശ്നം? അല്ല എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരത് സാർ ഒരേ വാശി. ഭരത് സാർ ഇത് വാണ്ടടാ. ഇതെത്ര 3 പീഡിയാ 4 പീഡിയാ? ഞങ്ങള് രണ്ടുപേരാ വന്നത്. ഇവരുടെ ഹെലിയ ക്രാഷ് ആയെന്ന് തോന്നുന്നു. ഹെലിയാണോ ക്രാഷ് ആയത്? ഇല്ല ഇവിടെ ഒരാളും ആംഡ് അല്ല. ഇവിടെ കണ്ടില്ല സാറേ. ഓൾറെഡി നമ്മുടെ ടവേഴ്സിൽ നിന്ന് ആള് ഒന്ന് പറയാ ടവേഴ്സിൽ നിന്ന് ഇതുണ്ട്. ആള് ഗണ്ണൈംഡാണ്. അതുകൊണ്ട് മനസ്സിലായി. കണ്ടില്ല ഞാൻ. എന്റെ കയ്യില് ഒരു ആയുധം ഇല്ല, ഒന്നുമില്ല. ഞങ്ങളെല്ലാം കയ്യിൽ കണ്ടോ, എല്ലാം ഫ്രീ ആണ്. നമ്മൾ സംസാരിക്കാൻ വന്നല്ലേ. സാർ അപ്പൊ എനിക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല. നാളെ തൊട്ട് എന്റെയോ എന്റെ പിള്ളേരുടെ പുറകെ നിന്ന് പീടി വരല്ലേ. ചന്ദ്രൻ ആലോചിച്ച് നോക്ക്. ഇവിടെ ഒരു പീഡിയിലെ ഒരു പയ്യനെ ഇതുപോലെ എടുത്തോണ്ട് പോയിട്ട് ബാക്കിയുള്ളവരൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ കണ്ടില്ല. ഇപ്പൊ സംസാരിക്കുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പയ്യനെ വിട്ടുകിട്ടിയാൽ മാത്രം മതി. അല്ല നിങ്ങൾ പീഡി വിട്ടുതരാം. നമ്മളെ ആളെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചാണ്. ആണല്ലേ? ഭയങ്കര കോർപ്പറേറ്റീവ് ആണ്. ഇതിനിടയ്ക്ക് തട്ടിക്കൊണ്ട് പോയെന്നെന്തോ പറയുന്നത് കേട്ടായിരുന്നു. ഇല്ല തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ ഉള്ളതാണ്. ആളെ ജീവനോടെ വിട്ടിട്ടുണ്ട്. ആള് പറഞ്ഞ് ആള് വലിയ പടയാട്ടൊക്കെ വന്ന് തീർക്കുമെന്ന്. അപ്പൊ ഞാൻ ആളെ വിട്ടു. മിസ്റ്റർ ഓണിക്സ് സർക്കാർ. അപ്പൊ ഞാൻ ആളെ വിട്ടു. ഞാൻ ഓഫ് ഡ്യൂട്ടി എടുത്തിട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് അപ്പൊ ആളെ കൂട്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാണ്. നാളെ തൊട്ട് ഞാൻ ഇനി വർഷങ്ങളോളം വെയിറ്റ് ചെയ്യണം ആൾക്ക് വേണ്ടി. ആൾ എന്ന് വരും എന്നെ തീർക്കുമെന്ന് ഇതാക്കി ഞാൻ വെയിറ്റ് ചെയ്യണം നാളെ തൊട്ട്. കുഴപ്പമില്ല. അപ്പം ഞാൻ ആളെ പറഞ്ഞു വിട്ടു. കയ്യിൽ കാശൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആള് സാറിനെ വിളിച്ചാൽ കിട്ടും. ഫോൺ നമ്പർ തരാൻ വേണമെങ്കിൽ. ഓണിക്സ് സർക്കാർ ജീവനോട് തന്നെ ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സാറേ ഈ കേസിൽ ഇത് നടപ്പുള്ള കാര്യമല്ലേ. ഇത് ഞാൻ ഓൾറെഡി ഞാനിത് പറഞ്ഞതാണ് ഭരത് സാറിൻ്റെ അടുത്ത്. സാറേ
അതായത് ഞാൻ ഇന്നലെ ഇന്നലെ EMSനെ ഞാൻ വെറുതെ വിട്ടിട്ട് പോയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് സാറേ EMSനെ ഞാൻ വെറുതെ വിട്ടു, ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറും, ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം പുറത്തെടുപ്പിക്കില്ല സാറേ. അത് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ, പക്ഷെ സാറ് ചേസ് ചെയ്തു, സാറിനെ ഇറിറ്റേറ്റ് ചെയ്തു, സാറെന്നെ വെല്ലുവിളിച്ചു, ട്രിഗർ ചെയ്തു, എല്ലാം ചെയ്തു. അതാണ് ഇതിവിടെ ഇരിക്കുന്നത്. ഇന്നലെ EMSനെ തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് ഉള്ള കാര്യമാണ്. ഇന്നലെ EMSനെ ഞാൻ ഒരു രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും, അതായത് അവരെ വെടിവെക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ വെറുതെ വിട്ടിട്ട് ഞങ്ങൾ ലീവ് ചെയ്തു. അവർ പറയുന്നത്, അതായത് PD പറയുന്ന കേട്ട് ഞാൻ ലീവ് ചെയ്തു. അവരാണ് പിന്നെ അത് പുറകേന്ന് വന്നത്. പിന്നെ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇതാണ്, പിന്നെ റെസ്പോൺസിബിലിറ്റിയാണ് ബാക്കിയെല്ലാം. അതാണ് നിങ്ങളാണ് ഫേസ് ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളെല്ലാം. സമ്മതിച്ചു, പക്ഷെ ഇപ്പം എന്താ പറയാ ഡ്യൂട്ടി എടുത്തത് ഒരു കാര്യത്തിന് വേണ്ടി വന്നവരാണോ? ലൈക്ക് ആക്ച്വലി ഒരു നമ്മുടെ ഒരു ഷിപ്മെന്റ് ഓൺഗോയിങ് ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങളുടെ ഷിപ്മെന്റിന് പോയത് ജയിച്ചോ സാറേ? അറിയത്തില്ല. നമ്മളിപ്പം ആക്ച്വലി ഇവിടെ നിൽക്കുമല്ലേ, സംസാരിച്ചോണ്ടിരിക്കുവല്ലേ. ഞാൻ ആക്ച്വലി റേഡിയോയില് സംസാരിക്കുന്ന ഇപ്പൊ അധികം കേൾക്കുന്നില്ല. ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശരി, അപ്പൊ സാർ വിട്ടോ, ബാക്കി ഞാൻ ഉണ്ട്. ചന്ദ്ര ഒന്ന് വരുമോ കൂടെ? ഞാൻ വരത്തില്ലേ? ഇല്ല ഞങ്ങൾ ഇവിടെ നിൽക്കാം സാർ. ചന്ദ്രൻ മാത്രം ഇങ്ങോട്ട് ഞാൻ ഇപ്പൊ വരാം നോക്കണേ. ചന്ദ്ര ഇത് വേണോ? എന്ത് ഇതൊക്കെ വേണോ സാറേ? വേണം, തോക്ക് വേണം. തോക്ക് അത്രയ്ക്ക് നിർബന്ധമാണ്? ഒരെണ്ണം കയ്യിലില്ലേ? ഇല്ല സാറേ, കാണിച്ചല്ലോ ഒരെണ്ണം. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട്. ഇല്ലല്ല, തോക്ക് ഞാൻ കൊടുക്കാം. തോക്ക് ഞാൻ നിർബന്ധമാണെങ്കിൽ ഞാനത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മള് എന്തിനാ വെറുതെ പീടിയുടെ സാധനങ്ങളല്ലേ, പ്രത്യേകിച്ച് സത്യം പറഞ്ഞ ഉപയോഗമൊന്നും ഇല്ല. കാണാനുള്ളൊരു ചന്തമുണ്ടെന്നേ ഉള്ളൂ. എന്നാ എന്റെ ഇരിക്കട്ടെ സാറേ, ഒരു സെക്കൻഡ്. ഫോട്ടോ എടുക്കണ, സെൽഫി എടുക്കണ സാറ്? വിട്ടറേ, അധികം വെല്ലുവിളി വേണ്ട, വിട്ടറേ. അവരൊന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ല, അവിടെ അല്ല അത് മനസ്സിലായി സാറേ. ഇല്ലല്ല, ഇതിപ്പം എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിങ്ങളുടെ ഓഫീസറിനെ ലീവ് ചെയ്യത്തില്ല. കാരണം എനിക്കറിയാം നിങ്ങൾ ഏത് എക്സ്റ്റെൻഡ് വരെ പോകും, നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ലീവിടെ പരിപാടി ഇല്ല. ഞാൻ ആളെ വിടാം. പക്ഷേ ഞാനിപ്പോ ഇത് പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല. ഇതിപ്പോ ഞാനും ചന്ദ്രനും മാത്രം സംസാരിക്കുന്നത്. എങ്ങോട്ട് വെച്ചാ പോയിക്കോ, എനിക്കൊന്നും അറിയണ്ട. ഞാൻ പുറയില് വരുന്നുമില്ല. ഭരത്തിനെക്കാട്ടിലും കള്ളനാണ് തക്കാളി. നീ എനിക്ക് നല്ല പോലെ അറിയാം. എന്റെ മുന്നിൽ നിന്നിട്ട് ദേവി ചെയ്ത് ഇങ്ങനെ അഭിനയിക്കില്ലേ? ഇതങ്ങ് നിറത്ത്. ചന്ദ്രൻ ഇത് കുറെ കണ്ടതാ. ചന്ദ്ര, നമ്മള് അങ്ങ് തെങ്കാശി മുതലേ നമുക്ക് പരിചയമുണ്ട്. ഞാൻ എന്നേലും അങ്ങനെ ഒരു കള്ളത്തിനെ ഉറപ്പായിട്ട് കാണിക്കുന്നു. 100% ഉറപ്പായിട്ട് കാണിക്കും. എനിക്ക് ഒരു സംശയമില്ല എനിക്കതില്. അല്ല, ആളെ വിടാം സാറേ, ആളെ വിടും. ആളെ ഉപദ്രവിക്കാനുള്ള ഒരു ഇന്റൻഷൻ എനിക്കില്ല. ആളെ ഞാൻ വിടും. പക്ഷേ ഭരസാറിന്റെ ഈ ഒരു തിളപ്പൊന്ന് നിൽക്കട്ടെ കുറച്ചു നേരം. ഞാൻ കഴിഞ്ഞിട്ട് ആളെ വിട്ടോളാം. എവിടെ നമ്മുടെ ഭരസാർ? കാണുന്നില്ലല്ലോ. ഭരസാർ എവിടെയാ? സൗണ്ട് ഇത് മനസ്സിലായില്ലേ? അവർക്കാണ് സാറ്, എനിക്കതല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ ചന്ദ്രന്റെ ഞാൻ സാറാണെന്ന്. അതെ അതെ സാർ. ഇപ്പൊ EMSന്റെ ഒന്നും ചെയ്തില്ലല്ലോ സാറേ. EMSനെ അവിടെ കിഡ്നാപ്പ് ചെയ്തോണ്ട് EMS എവിടെ? സാറേ അവൻ വെല്ലുവിളിച്ചെന്നെ തീർക്കുമെന്ന്, നിന്നെ തീർക്കും. അപ്പൊ ഞാൻ പറയുന്ന തീരടാ, അതിപ്പോഴല്ല, അത് പിന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ ശരി, എന്നാ പിന്നെ വാളക്കൂട്ടി പിന്നെ വരാന്ന് പറഞ്ഞുകൊണ്ട് ജീവനോടെ വിട്ട്. അവൻ നടന്നിട്ട് മുതുക്കെത്തിയില്ലേ? സാറിനെ വിളിച്ചില്ലേ? സാറേ ഒരു സെക്കൻഡ് വെയിറ്റ്, ഞാൻ അവനെ വിളിച്ച് സ്പീക്കറിൽ. സാറിനെ വിളിക്കുമോ? നമ്പർ പറഞ്ഞുതരാം. 587. ഇല്ല ചന്ദ്രൻ വിളിക്കുക. അവൻ എങ്ങനെയാണ് ചന്ദ്രനോട് പെരുമാറുന്നത്? ഇല്ല വേണ്ട, ഞാൻ അവനെ നല്ല തെറി പറഞ്ഞിരിക്കുക. സാറിന് വിളി. ഞാൻ വിളിച്ചിരുന്നു. വിളിച്ചിരുന്നല്ല, പിന്നെന്ത് സാറേ?
ഇപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ ഓഫീസറിന് എന്തിനാണ് ആ. നിങ്ങൾ കസ്റ്റഡിയിൽ എത്തിച്ചേക്കുന്നത്? കസ്റ്റഡി വെച്ചിട്ട് ഒരു രസത്തിന് ചുമ്മാ ഒരു ഫണ്ണിന് സാറിലെ വെല്ലുവിളി നടത്തിയത്. അപ്പത്തേക്കും എനിക്കൊന്ന് ഞാൻ വെല്ലുവിളിക്കാന്ന് വിചാരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ എന്താ സാറേ എന്താ സാറേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്തുവാ? എന്തായിരുന്നു XMD എന്ന് പറഞ്ഞ ഇതല്ലേ? എക്സലന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പേര് എന്താണ്? XSP. XSP ആ? എക്സലന്റ് സ്റ്റേറ്റ് പോലീസ്. സാറേ അപ്പൊ ഞാൻ നിങ്ങളുടെ XSP നെ വെല്ലുവിളിക്കാന്ന് വിചാരിച്ച്. സാർ അത്രയും വെല്ലുവിളി എനിക്ക് തന്നെ നടത്തിയുണ്ട്. ഓക്കേ, എന്താ വെല്ലുവിളി? വെല്ലുവിളിയൊന്നുമില്ല. അതെ സാറിന്റെ ഓഫീസറിനെ നിങ്ങൾക്ക് നിഷ്പ്രയാസം കൊണ്ടുപോവാം. നിഷ്പ്രയാസം, വെറും നിഷ്പ്രയാസം, മിനിറ്റുകൾ കൊണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചന്ദ്ര, ഇവിടെ നിൽക്കുന്ന എത്ര ഓഫീസർ ആ ഫേസും കാണിച്ചിരിക്കുന്നത്? ആരും ആ ധൈര്യം ഉണ്ടോ ഇവിടെ നിൽക്കുന്ന ചന്ദ്രന്റെ കൂടെ ഉള്ള എല്ലാവർക്കും ഉണ്ട്. ഫേസസ്? ഇവിടെ നിൽക്കുന്ന ഇത്രയും ആളുകൾക്ക് ഞങ്ങളുടെ എല്ലാവർക്കും പേര് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ട്. പേര് പറയാനുള്ള അല്ല പേര് പറയാൻ സൗകര്യമില്ല. അല്ല പേര് പറയുന്നില്ല. നമ്മൾ ധൈര്യം വെച്ചിട്ട് എന്തിന്റെ സാറേ കൊണ്ട് വിടക്കണേ? നിങ്ങള് പേടിയാണ്. ഞങ്ങള് ഗാങ്സ്റ്റേഴ്സ് ആണ്, മനസ്സിലായോ? അപ്പൊ ഞങ്ങൾക്കത് എടാ ഊറാന്ന് മാസ്ക് ഊരടാ. നീ മാസ്ക് ഊറാ. ബാക്കി നിക്കണം ഏറ്റവും ബാക്കി നിക്കണം. മാസ്ക് ഊരിയെ ഒന്ന് പാന്റ് ഇടിയ സാറിന്റെ ഫ്രണ്ടിൽ നിന്നൊന്ന്. സാറിന് എല്ലാം കാണണമെന്ന്. കൊള്ളാം പിടി കണ്ണൊക്കെ കൊള്ളാം. ചന്ദ്രൻ യൂസ് ചെയ്ത കണ്ണൊക്കെ തന്നെയല്ലേ ഇത്? ആ അതെ സാറേ, പുതിയതായിട്ടുള്ളതൊന്നും അല്ലല്ലോ. കൊള്ളാം പിടിയുടെ സെറ്റപ്പ് ഞാൻ പറയാണ്. കൊള്ളാം. അന്നോട്ട് മനസ്സിൽ കയറി കൂടിയ ഒരു ആഗ്രഹമാണ്. എടുത്ത കാര്യങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുക ദേവീത്. തിരിച്ചു കൊടുക്കുക, എല്ലാം തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യാം. ഓക്കെ ശരി. ഒന്ന് പറ എവിടെയായിരിക്കും വിടുന്നതെന്ന് പറ. പലേറ്റോ 10 മിനിറ്റ് സാറേ പലട്ടെ നിക്കണേ. പലേറ്റോയിൽ നിക്കാം. ഓക്കെ ബിജു, ഓക്കേ അല്ലേ? let them give a space. Okay, no problem, let's go. ഓക്കെ ശരി സാർ പാത്ത് പോയിട്ട് വാ സാർ. വിശ്വസിച്ചാണ് പോകുന്നത്. കേട്ടില്ല, എന്തോ പറഞ്ഞു. പാത്ത് പോയിട്ട് വാങ്ങ. പാത്ത് പോയിട്ട് വാങ്ങ സാറേ എന്ന് പറഞ്ഞു. എടാ ഒരു സെക്കൻഡ്. കണ്ണയും ചെയ്യും. പോരാ ഒരു സെക്കൻഡ്. എടാ എല്ലാരും ഫുഡൊക്കെ ഒന്ന് കഴിച്ചാടാ. ചന്ദ്രന്റെ ബ്ലാക്ക് മണി വൈറ്റ് മണി ഫ്രീസ് ആക്കാനാണ് പ്ലാൻ. ആരെ? ചന്ദ്രന്റെ ബ്ലാക്ക് മണി വൈറ്റ് മണി ഫ്രീസ് ആക്കാനാ പ്ലാൻ. ആരെ പ്ലാന്? ഡിയോജെ സാറേ ഒന്ന് വന്നേ. ഒന്ന് സാർ നിന്ന്. സാറേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാന് പീഡിനെ ഉപദ്രവിക്കത്തില്ല. ഡിയോജെ എന്നെ ഉപദ്രവിച്ച ഞാൻ പീഡിനെ ഉപദ്രവിക്കും. ഡിയോജെ നമ്മളുമായിട്ടൊരു ബന്ധമില്ല. അതെ സാറേ, ഡിയോജെ നിങ്ങളുടെ ബന്ധമുണ്ട്. പിന്നെ ഡിയോജെ വിളിക്കുമ്പോൾ നിങ്ങൾ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷന് പോകുന്നത്? ഡിയോജെ എന്നല്ല, ഈ സിറ്റിയിലുള്ള ഏത് സിറ്റിസൺ വിളിച്ചാലും പീഡി വന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഓക്കെ ആണല്ലേ? അതല്ലേ പീഡിയുടെ ജോലി. ഓക്കെ അങ്ങനെയാണെങ്കിൽ സാർ കേട്ടോ. ഡിയോജയുടെ സാറൊന്ന് എന്തായാലും ഒന്ന് പറഞ്ഞേക്ക്. എന്തേലും ആക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞേക്കണേ സാറേ. നിങ്ങൾക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ കറക്റ്റ് ആയിട്ട് അവരെ? അവരുണ്ടെങ്കിൽ ഞാൻ അവരെ കണക്ട് ചെയ്ത്, അവരില്ല. ഓക്കെ, അവരുള്ളപ്പോൾ സാറിന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞേക്ക്. ഓക്കെ ശരി സാർ ബൈ. എന്നാ കത്തിക്കുമല്ലോ ഞാൻ എന്റെ ബാങ്ക് ഫ്രീസ് ചെയ്താ ഡിയോജനെ. അമ്മരാരി ഇല്ലല്ല, അവര് പൊക്കോളൂ. സാറേ ഫുഡൊക്കെ കഴിച്ചോ? ആ പറ മറ്റേത് ബഗ്ഗായേന്ദ്ര. എന്ത്? അത് സീനില്ല ലിവി. ഏത് ഡ്രസ്
അത് കുഴപ്പമില്ല, അത് ഞാൻ വേറെ കള്ളം പറഞ്ഞിട്ടുണ്ട്, വേറെ കള്ളം പറഞ്ഞിട്ടുണ്ട്. ബഗ് അത് മാറ്റി ഇല്ല, അത് പറയാൻ പറ്റും. പി ഡി വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് അതിനനുസരിച്ച് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. അത് ഇല്ല. വണ്ടി എടുത്ത് കൂട്ടത്തിൽ അതെ, വണ്ടി എടുത്തെന്ന് പറഞ്ഞില്ലേ, വണ്ടിക്കകത്തിരുന്ന ഡ്രസ് എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അത് ആ രീതി തന്നെ. മല താഴെ നിന്ന് മാറി നിൽക്ക്, എക്സലന്റ് സ്റ്റേറ്റ് പോലീസ്. ഓക്കെ ഓക്കെ, വാ വാ വാ. എടാ എടാ, പോയാ 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 പീടി പോയാ? ആ മണ്ടേ നിങ്ങൾ മണ്ടേ പീടി ഉണ്ടോ? ഞാൻ പീടി എടുത്ത് പറയാം, വെയിറ്റ്, പീടി എടുത്ത് പറയാം. സാറേ നിങ്ങളിപ്പോ ലീവ് ചെയ്യണം, നിങ്ങളുടെ കൂടെ എൻ്റെ പീടി ഈ ലൊക്കാലിറ്റിയിൽ ഒരു പീഡിയെ ഞാൻ കാണലില്, എല്ലായിടത്തും ലീവ് ചെയ്യാൻ പറയണം. ആ മാറ്റിയില്ലേ. അല്ല, നിങ്ങളുടെ പീടി മുകളിലുണ്ട്, അവരുടെ അടുത്ത് ലീവ് ചെയ്യാൻ പറയണം. മുകളിലുണ്ട് സാറേ. സാറേ ഇവിടെ നിന്ന് ലീവ് ചെയ്യാൻ പറയണം, ഇവിടെ ഒരു പീടി കാണല്ലേ ഞാൻ. എടാ എല്ലാരും കാറി പെട്രോൾ ഉണ്ടായില്ലേ? പെട്രോൾ ഞാൻ അടിക്കാം. അല്ല ഞാൻ അടിക്കാം, പെട്രോൾ ഞാൻ അടിക്കാം. ആ പുള്ളി ഇട്. സാറേ ഓക്കെ അല്ലേ? ഓൾ ഓക്കെ, ഓൾ ഗുഡ്. പുള്ളി അങ്ങ് പോകൂലേ എന്തിനാ? പുള്ളി പോവോ അതോ? ഇല്ല പുള്ളിയെ കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത് 4 സൈഡിൽ വരും ഇപ്പൊ. എടാ എല്ലാരും കയറിയാ? എല്ലാരും കയറിയാ? എല്ലാരും കയറി. ചന്ദ്രന്റെ പൈസ ഒന്നുമില്ലല്ലോ എന്താ പറയാ? എന്റെ പൈസ കൊണ്ട് എടാ എല്ലാരും പലേറ്റോ ആ ഒരു ലൊക്കേഷൻ പിങ്ങിടാം, വെയിറ്റ് ചെയ്യേ. സാറിന് പിടിയിലോട്ട് തിരിച്ചു പോവോ? സാർ വെക്കോ, സാർ വെക്കോ. അയ്യോ സാറിന്റെ സഹായേ. ഭരസാറിന്റെ ഓരോരോ ഐക്യോടെ ഇതുപോലെ തലയുള്ള ഒരുത്തൻ പീടിയില്. എല്ലാരും എന്റെ കൂടെ പറഞ്ഞേ. പിന്നിടറാ നോക്ക് തുറക്കാൻ പറ്റും നോക്കിയേ. ഏറ്റവും ബാക്കി പറഞ്ഞാല് കൂടാ. സാറിന്റെ ഫോൺ സാറിനെല്ലാം എടുത്തിട്ടുണ്ടേ? സാറിന്റെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്. തീരത്തേതോ നടക്കുന്നേ നെക്സ്റ്റ് അവർ നമ്മള് ചേസ് ചെയ്യും. നടക്കാൻ പോണം. വരുന്നുണ്ടോ എല്ലാരും? എടാ എവിടാ എല്ലാരും? ഞാൻ പിങ്ങിട്ടോണ്ടിക്ക് വേണേ. വാ ഞാൻ പിങ്ങിട്ടോണ്ടിരിക്കുക. നിങ്ങൾ വാടാ. നമ്മുടെ കൂടെ ഒരു വണ്ടി ഉണ്ടല്ലോ. സാറിന്റെ റേഡിയോ സാധനം ഞങ്ങളുടെ കയ്യിലാണേ. ഞങ്ങൾ തരാതെ സാറിന് ഒരു വിധത്തിലും അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, സോ യാ. സാറേ ഇപ്പൊ GPS വെക്കാൻ പറ്റുമോ നമ്മുടെ കാറില്? ഇല്ല, പറ്റത്തില്ല.
അതറിഞ്ഞാ പോതും. എത്ര വാച്ചിങ്, എത്ര നമ്മുടെ ലൈവ് കാണുന്നുണ്ട്? ഫോളോ ചെയ്യണേ, ഫോളോ ചെയ്യണേ. നമ്പർ പ്ലേറ്റ് വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ സാറേ? നമ്പർ പ്ലേറ്റ് വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? നമ്പർ പ്ലേറ്റ് വെച്ച് മറ്റേ ചെക്കിങ്ങിനൊക്കെ ഇറങ്ങുന്നതല്ലേ അപ്പം. എടാ, എല്ലാരുടെ കയ്യിലും വേറെ വണ്ടി ഉണ്ടോ എടുക്കാൻ? ഇപ്പൊ ഉള്ള വണ്ടി കളഞ്ഞിട്ട് വേറെ വണ്ടി എടുക്കാൻ ഉണ്ടാവോ എല്ലാരുടെ കയ്യിലും? ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗരാജ് ഉണ്ടോ ഇവിടെ? മൊബൈലിൽ എടുക്കണല്ലേ? എടാ, ഇവിടെ ഇമ്പോണ്ടും ഉണ്ടല്ലോ. വാ 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 വാ. ഹലോ ബ്രോ, സിറ്റുവേഷനിലാണോ? ഓക്കെ. നിങ്ങളെല്ലാരും ഡ്രസ്സൊക്കെ വണ്ടിയൊക്കെ മാറ്റി വേറെ വണ്ടിയൊക്കെ എടുത്തിട്ടില്ല. ഞാൻ സാറിനെ കൊണ്ട് വിട്ടിട്ട് വരാവേ കേട്ടോ. നിങ്ങൾ വിട്ടോ. സാറിനെ എങ്ങോട്ട് പോണം? സാറിനെ എങ്ങോട്ട് പോണം? എങ്ങോട്ട് വിട്ടാ മതി. നിങ്ങളെല്ലാരും ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ സാറിനെ വിടാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പോയിട്ട് ഡ്രസ്സല്ല, ആദ്യം വണ്ടി മാറാം. ആദ്യം ഫസ്റ്റ് വണ്ടി മാറാം. എടാ, എല്ലാരും വന്നേടാ, എല്ലാരും വന്ന് ഞങ്ങൾ വണ്ടി സ്ലോ ആയിട്ട് എല്ലാരും വണ്ടി എടുക്കും. ഗണ്ണെടുത്തോ, വണ്ടി എടുത്തോ എല്ലാരും. എവിടെ പീടി? എവിടെ? ഇഷ്ടം വണ്ടി നിറങ്ങണം. ഹലോ സാർ, സാറിന്റെ വാക്കുകൾ ഞാൻ വീൽക്ലാം ചെയ്യുന്നുണ്ട്. ഹലോ, 4 പേരും വണ്ടി ഇറങ്ങേണ്ടതാണ്. കേൾക്കുന്നുണ്ടോ? സാർ എന്തിനാണ് ഇപ്പൊ ഇത് ഈ സ്ക്വയർ ചെയ്തതും വീൽക്ലാമ്പ് എന്തിനാണ് ഒന്ന് പറഞ്ഞുതരോ? സാർ, കുറെ നേരം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് വണ്ടി ഇറങ്ങണമെന്ന്. എന്തിനാണ് സാറേ പീഡി വരുന്ന ഒരാളെ വീൽ ക്ലാമ്പ് ചെയ്യാനും 10 പീഡി ഇവിടെ വരാനും ഇത് സാർ? സാർ റെസ്പോണ്ട് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് സാർ. സാറിന്റെ പറഞ്ഞ മനസ്സിലാവൂലേ? വന്നോണ്ടിരുന്നല്ലേ സാർ? എന്താ ഇതിപ്പോ ചെയ്തതാണ് ചോദിക്കണേ? വന്നോണ്ടിരുന്നല്ലേ സാറേ? വന്നോണ്ടിരുന്നല്ലേ സാറേ? എന്തിനാ ചെയ്തേ സാറേ? വന്നോണ്ടിരുന്നല്ലേ? ഇതെന്തിനാ ചെയ്തെന്ന് ഞാൻ ചോദിക്കണേ സാറേ. ഞാൻ റിപ്പീറ്റ് ചോദിക്കുന്നതുകൊണ്ടാ. എന്തിന് ഇതിപ്പോ ചെയ്തതിന്റെ ആവശ്യം എന്താ സാറേ? ആവശ്യം എന്താ? വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോ ഇത്രയും ചെയ്തതിന്റെ ആവശ്യം എന്താ? എനിക്ക് മനസ്സിലാവില്ല. ഒന്ന് പറഞ്ഞുതരാമോ സാറൊന്ന്? ഏത് 2-3 മിനിറ്റ്? 2-3 മിനിറ്റോ? ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയപ്പോ ഒരാൾ വന്നിട്ട് കോർണറി വളയം വെക്ക് സാറേ. സിറ്റിയിൽ തെറ്റിയത് ഒരാളിങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് സാറിന്? അല്ല, എന്തിനാ സാറേ? സാർ ഉത്തരം പറ. സാറിന് ഉത്തരം പറ. സാർ ഉത്തരം പറ. ഉത്തരം പറഞ്ഞിട്ടേ വണ്ടി എടുക്കുന്നുള്ളൂ. ഇല്ല സാറേ, സമ്മതിക്കില്ല സാറേ. സാറല്ല, ഇവിടെ നിന്ന് ബാക്കിയുള്ള സാറുമാരാ ചെയ്തേ സാറേ. ബാക്കിയുള്ള സാറുമാരാ ചെയ്തേ. അതെന്തിനാ ചോദിക്കണേ? ബാക്കിയുള്ള സാറുമാരാ ചെയ്യിക്കണേ സാറേ. ID കാർഡ്സ് ഇല്ലാത്തതിന് പീടിലോട്ട് വരാൻ പറഞ്ഞു. പീടിലോട്ട് പൊക്കോണ്ടിരിക്കുക. അന്നേരം വന്ന് 4 സൈഡിൽ വണ്ടി വളയേണ്ട കാര്യം എന്തുവാ? ഉറപ്പാ സാറേ, അത് വരും. പക്ഷെ എന്തിനാ ചെയ്തേ സാറേ? ശരിയല്ല, കൊള്ളാം സാറേ, കൊള്ളാം. നൈസ്. ഞാൻ പറയാം, ഞാൻ പീടി വരാം. എന്റെ സാറേ, എന്റെ വായിക്കണ കേക്കരുത്. ഇത് മാറിന്നോ? എടാ, ലൊക്കേഷൻ കൊടുത്തേ എല്ലാവർക്കും. പിള്ളേർക്കല്ലേ ലൊക്കേഷൻ കൊടുത്തേ. എടാ, പെട്ടെന്ന് പിങ്ങിയ സമയമില്ല.
എന്ത് വണ്ടിയായത്? വീഡിയോണോ? ഞാൻ മാത്രം ഇവിടെ പെട്ടെന്ന് കാണാവുന്നു. എടാ നമ്മൾ പീഡിയുടെ കൂടെ മറ്റേ ഹെലിയുടെ മുകളിലുണ്ട്. എലി ചെയ്തിട്ട് കാര്യം ആർക്കും എലി ഇരുന്നിട്ട് എന്ത് പറിക്കാനാ? എലി എന്താ കാര്യം എന്തിനായി വരുന്നു. എവിടെയാ? വരാ. എന്താണ് ഇതൊക്കെ? ഇതൊക്കെ എന്താണ് കാണിക്കണേന്ന് ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല. ഒരു അഡീഷണൽ വെഹിക്കിൾ ഞങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്തു. അതുകൊണ്ടാണ് അതിനെയാണ് പിറ്റ് ചെയ്തത്. നിങ്ങളല്ല. മനസ്സിലായില്ല സാറേ, മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിക്ക് ഇറങ്ങാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. വണ്ടി ഇറങ്ങരുത്. What the fuck? Hands up! Hands up! Sir, hands up! Hands up! Hands up! Hands up! Hands up! സഹകരിക്കുന്നില്ല. എങ്ങനെ ആർപ്പി കളിക്കാനാ? ഇങ്ങനെ ആർപ്പി കളിക്കാനാ? സമ്മതിക്കൂല. ഗണ്ണെടുത്തേ വാ. No. ഹലോ ബ്രോ, ഹലോ. അഡ്മിനെ എത്ര നേരമായിട്ട് അഡ്മിനെ ഇടുന്നത്? ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന ബോധം? അഡ്മിനെ ഞാനാണ് സിറ്റുവേഷനിലുള്ള ആള്. അപ്പൊ എന്റെ POV കേക്കണ്ടേ നിങ്ങക്ക്? അല്ല ഞാൻ ചോദിക്കണേ, നിങ്ങൾ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ബ്രോ ഞാൻ അല്ലല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഇവിടെ പീഡിക്കകത്ത് കയറി അടിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം PD സേഫ് സോൺ ആണ്. അതിനകത്ത് കയറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള അവകാശം മാത്രമേ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പൊ അരമണിക്കൂറായി ഞാൻ ഹെൽപ്പ് ഇട്ടിട്ട് എന്നെ ഡെഡ് കെയർ അടിച്ച് കൊണ്ടുവന്ന പീഡിക്കത് പറ്റുമോ? അത് പറ്റത്തില്ല. അത് FRP ഇത് നടന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തത്. സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്തത് സെർവർ സൈഡിൽ നിന്ന്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്ത് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ FRP ടിക്കറ്റ് ആയിട്ട് പൊക്കോളൂ. PDക്ക് ആക്ഷൻ വരും. അവർ ചെയ്ത തെറ്റിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് മറ്റേ കയറി അടിച്ചതിനുള്ള ആക്ഷൻ നിങ്ങൾക്ക് ഇപ്പം ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ബ്രോ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഗ്യാങ് ഹൗസിലോട്ട് വിട്ടേക്കാം. ഇത് റിമൂവ് ചെയ്തിട്ട്. ഹലോ ഭരത് സാർ, ഇങ്ങോട്ട് വന്നോ.
നീങ്ങനെ അവിടെ പോയി എനിക്ക് ആരെയും കണ്ടുകൂടാ. ചന്ദ്രു വന്ന് ഇവിടെ എന്താ ചന്ദ്രു ബേബി ഇവിടെ എന്താ സംഭവിച്ചത്? உன்னை யாரோ அடிச்சிட்டாங்கன்னு சொல்லி சொன்னாங்க. யார் அடிச்சாங்களோ அவங்கள போய் தொலைச்சு நசுக்கி எரிச்சு. ചന്ദ്രു ലിഫ്റ്റ് കയറി വന്നപ്പോ ഞാൻ കാഴ്ചയുണ്ട്. ലിഫ്റ്റ് കയറിയപ്പോ ഞാൻ ചാരി നോക്കിയപ്പോ നമ്മളൊന്ന് എത്ര അണ്ണാ എന്താടാ ഇപ്പൊ സീൻ എന്താടാ കുമാർക്ക്? എനിക്കൊന്നും ഓർമ്മയില്ല അണ്ണാ. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ സത്യം പറയട്ടെ, ഇവിടെ വന്നു നിന്നെ കൊണ്ടുപോയിന്ന് പറഞ്ഞു, അടിച്ചു. ആരാന്ന് പോലും നോക്കിയില്ല, അടിച്ചു, കഴിഞ്ഞു. ഇപ്പൊ പറയണം സസ്പെൻഷൻ എന്ന്. അതാണ് എന്താ പറയാ ഗ്യാങ് സസ്പെൻഷൻ ആണോ? ഗ്യാങ് സസ്പെൻഷൻ ഒന്നുമില്ല. എടാ ഞാൻ പറയട്ടെ, എടാ സിറ്റുവേഷൻ ഉണ്ടാകുന്നവന്മാര് നിങ്ങൾ ടിക്കറ്റ് വലിക്കണം കേട്ടാ. അവന്മാര് ടിക്കറ്റ് വലിച്ചിട്ടുണ്ട്. ടിക്കറ്റ് വലിച്ചിട്ട് 2 POയും വെരിഫൈ ചെയ്തതിനു ശേഷം നാളെ ഡിസിഷൻ പറയാന്ന് പറഞ്ഞ് തൽക്കാലം ഗ്യാങ് ഹൗസ് ഒക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞേ. ലിഫ്റ്റ് തുറന്ന് ഒരു കൂട്ടം ആൾക്കാർ അത് എന്റെ POവിൽ നിന്ന് കാണുന്നത്. ചന്ദ്ര, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഓരോരോ ബിൽഡിംഗ് ക്ലിയർ ചെയ്ത് വരുമായിരുന്നു. ലാസ്റ്റ് ബിൽഡിംഗിൽ ഒരുത്തം നോക്കിയപ്പോ നിന്റെ ബിൽഡിംഗിലിരുന്ന് ഞങ്ങളെ താഴോട്ടിരുന്ന് കഷത്തിലിട്ട് ചൊറിയുന്ന പോലെ ദൂരെ പോകുന്ന വെടിവെക്കുന്നു. ഞങ്ങൾ അപ്പുറത്ത് 4 ബിൽഡിംഗ് അപ്പുറത്തുനിന്ന് ഓടിച്ചാടി വന്ന് ലിഫ്റ്റ് കയറി വന്ന് ഒരു ലിഫ്റ്റിൽ 6 പേരായിട്ട് അങ്ങ് ഒരു മേളിൽ പോയി. ഞാൻ അപ്പൊ താഴെ ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ ലിഫ്റ്റ് കയറി വന്നപ്പോഴത്തേക്കും നിന്നെയും കൊന്ന് അവനെയും കൊന്ന്. പറഞ്ഞില്ലേ എപ്പോഴും എന്റെ കൂടെ വരാഞ്ഞത് ഞാൻ ബാക്കിൽ നിന്ന് കയറിട്ട് വഴിയുണ്ടായിരുന്നു. അവനെ കൊന്നപ്പോ ഞാൻ മാസം അടിക്കാൻ വാ തുറക്കാൻ വന്നത് എന്റെ വായോട് അടിച്ചങ്ങ് ചുവരിൽ വെച്ച്. എത്ര വിവരമുണ്ടോ ഈ ചന്ദ്ര? ഞാൻ വേറെ കോമൺ ആയിട്ട് പറയാം ചന്ദ്ര. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ കുറെ കഴിവില്ലാത്ത കുണ്ണകളുണ്ട്, മനസ്സിലായേ? എവിടെ പോയാലും തല്ല് മേടിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവന്മാര്. അവന്മാരുള്ളിടത്തോളം കാലം നീ ഇവന്മാരൊന്നുമായിട്ട് സംസാരിക്കാൻ പോലും പോകരുത്, മനസ്സിലായി? ഇവന്മാര് ജനിച്ചപ്പോഴേ ഇവന്മാരുടെ നെറ്റിയിൽ ദൈവം അടിച്ചു കൊടുത്ത തല്ലുള്ളിന്ന്. അതിനി എവിടെ പോയാലും മാറില്ല. അതിനിപ്പൊ പേര് എക്സാമ്പിൾ പേര് ഇപ്പൊ MRC നിട്ടാലോ, അത് കഴിഞ്ഞിട്ട് RX100 നിട്ടാലോ, അല്ലെങ്കിൽ അതിന്റെ PD നിട്ടാലോ, എന്നിട്ടാലും തല്ല് മേടിക്കും, മനസ്സിലായി? അങ്ങനത്തെ അവന്മാരാണ് അത്. തലയിൽ അച്ചുണ്ടാവുമാർക്ക്. അപ്പൊ ഇവന്മാരുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കളിയാ വേറെന്തേലും ചെയ്യുന്നതാണ്, മനസ്സിലായ? ഇവന്മാരുടെ അടുത്തൊന്നും ഒരിക്കലും ഇവന്മാർക്ക് ജയിക്കാൻ ഇവന്മാര് സമ്മതിക്കൂല. സമ്മതിക്കൂല. നല്ലവരുണ്ട്, ചില ക്രിമികൾ കയറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. മറ്റേ വല്ലപ്പോഴും വെടിവെക്കാൻ വരുന്ന കുറച്ച് കടിയന്മാരുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഒരു കാര്യം പെട്ടെ, എനിക്ക് മനസ്സിൽ പെട്ടെ അല്ലെ അത് രണ്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുത്തന്മാര് ഗ്യാങ് ആയിട്ട് തല്ലുകൊള്ളുന്നു, ഒരുത്തന്മാര് ഗ്യാങ് ഇല്ലാതെ. ഇല്ലണ്ണ ID ഞാനൊരു കാര്യം പറയാം. ഇത് മറ്റേ അതായത് ID കാർഡ് കാണിക്കാത്തതാണ് ഈ സിറ്റുവേഷൻ. എനിക്ക് ഓർമ്മയില്ല. ലൈക്ക് ഞാൻ ഇത് ആയിട്ട് അങ്ങനെ പറയാം. അതായത് ID കാർഡ് കാണിക്കാത്തതാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയത്. ID കാർഡ് കാണിക്കാത്ത തന്നെ മറ്റേ രാജ്യദ്രോഹി പോലെ ട്രീറ്റ് ചെയ്തേ. അതായത് ID കാണിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോ ഒരു 8 പീടി അന്നേരം അവിടെ സ്പോട്ട് വന്ന്. ഇല്ല, ഈ ഫേസ് ഒന്നും അല്ലായിരുന്നു. ഞാൻ സ്രാങ്കിനെയൊക്കെ പോലെ ആയിരുന്നു. ഇല്ല ഞാൻ എടാ എന്റെ മുഖത്ത് മറ്റേ മീശയും ഒരു മറ്റേ വേറെ ഡ്രസ്സും കടസും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ആയിരുന്നു ഞാൻ. ഇതേ ലുക്കേ അല്ലായിരുന്നു. എന്നിട്ട് ഇവരൊന്ന് ബോക്സ് ഒക്കെ ചെയ്തു. എന്നിട്ട് അങ്ങനെ ആ സിറ്റുവേഷൻ അലമ്പാവണേ. പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ കുറച്ച് വെടിവെപ്പോഴും സൗണ്ട് ഉണ്ട്. ഞാൻ താഴെ ആരോ ഏതോ റോബർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വെടിയുടെ വെച്ചാൽ കൂടി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പാനിക്കാവുന്നുണ്ട് പീടിയൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലിഫ്റ്റ് തെള്ളി തുറന്ന് കുറച്ച് ആൾക്കാർ ഓടി വന്ന് എന്നെയും കൊന്ന് അവിടെ നിന്ന് പീടീനെ കൊന്ന് 2 കൊടയും കുടച്ചു പോയി എന്റെ അടക്കം. നിന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുവോ ചന്ദ്ര? ഞാൻ പറയാം, ഞാൻ സിറ്റി കയറുന്നതിന് തൊട്ട് ഞാൻ സിറ്റി കയറുമ്പം നമ്മുടെ റേഡിയോയില് 9 പേരെ ഉള്ളായിരുന്നു. സിറ്റി കയറി ഇതുപോലെ ചന്ദ്രൻ എന്ത് എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് റേഡിയോയിൽ 23 പേരായി.
എല്ലാരും കേറിയില്ലേ? അണ്ണാ ഞാൻ കരഞ്ഞോട്ടാണ് എന്റെ കൂടെ ഉണ്ടല്ല അണ്ണ അണ്ണ എന്റെ സൈന്യം അവിടെ എന്റെ സൈന്യം എനിക്ക് പിള്ളേരുണ്ട്, എനിക്ക് പടകളുണ്ട്. വാസോടെ എന്റെ കൂടെ ഒരു 10 യു ആർ മൈ ബ്രദേഴ്സ് അതല്ല എടാ ഞാൻ മറ്റേ വാടകയ്ക്ക് എടുത്ത പിള്ളേരുണ്ടായിരുന്നു. ഇല്ല ഓടിയില്ല അവരെയൊക്കെ കൊന്ന്. ഇല്ല അതിലൊരു 8 എന്റെ ബ്ലാക്ക് മാഫിൽ എന്റെ പിള്ളേര്, ബാക്കിയുള്ളതെല്ലാം വാടകയ്ക്ക് റോഡിൽ നിർത്തിയാണ്. അണ്ണാ ഞാൻ അവന്മാരൊന്ന് വിളിക്കട്ടെ അണ്ണാ. 108 കയറി. നിനക്ക് ബോംബ് കിട്ടും കേട്ടാ, നിനക്കിപ്പോ ബോംബ് പൊട്ടിക്കുവേ. അയ്യോ ജീറോള്ള കുറച്ചുണ്ട് ഡേ. ഒരു മിനിറ്റ്. ഹലോ ഡേ, എത്ര ജീവനോടെ ഉണ്ട്? ഉള്ളൊരു ടിവിയുടെ ക്യാമറ ഫ്രണ്ടിലോട്ടോ. എന്നാ പാമ്പിള്ളേരുണ്ട് അവന്മാർക്ക് പെട്ടെന്ന് ബാക്കപ്പ് പറയുന്ന അവന്മാർക്ക് അറിയണല്ലോ അണ്ണാ, നമ്മളെ പിള്ളേരെ പോലെ. അവന്മാരൊക്കെ ഉണ്ടല്ലോ അണ്ണാ. വാസണ്ണ അവന്മാർക്ക് നമ്മുടെ പിള്ളേരെ പോലെ പെട്ടെന്ന് ബാക്കപ്പ് പറയുന്ന അറിഞ്ഞിട്ടല്ലോ. അവന്മാർക്ക് നമ്മുടെ ലോക്കലിരുന്ന ഡ്യൂറബിലിറ്റി തീർന്ന 7 ഡ്യൂറബിലിറ്റി ഉള്ള കണ്ണൊക്കെയാണ് കൊടുത്തത്. അത് 1 രൂപ കൊണ്ട് അടിച്ചപ്പോ അത് തീർന്നു കാണും. ഇവിടെ നിന്ന് ഞാൻ 10-20 കണ്ടെടുത്തോണ്ട് ഡ്യൂറബിലിറ്റി തീർന്ന് 7, 8, 10, 15 ഉള്ളതെല്ലാം ഞാൻ മുക്കി ഇവിടുന്ന്. അതൊക്കെ അല്ല അത് ഡ്യൂറബിലിറ്റി കുറഞ്ഞ നമ്മൾ പോലും എടുക്കൂല. അത് നമ്മൾ പോലും നമ്മളത്ര റിസ്ക് എടുത്ത് കളിക്കില്ലല്ലോടാ. അത് മാത്രം പറയല്ലേ, എന്റെ 2 AR ആണ് കഴിഞ്ഞ ദിവസം ആരാണ്ട് മോഷ്ടിച്ചോണ്ട് പോയി. അത് നീ തന്നെ അങ്ങോട്ട് കോമൺ വണ്ടി വെച്ചെന്ന് പറഞ്ഞാൽ ആരാണ്ട് മോഷ്ടിച്ചോണ്ടൊക്കെ പോയി.